UDF-നാണ് പിന്തുണ തന്നിരിക്കുന്നത്. അപ്പോൾ UDF-ലെ എല്ലാ ഒരു കക്ഷികൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ആ പിന്തുണയെക്കുറിച്ച് നമുക്ക് എന്തു പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു. ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. ഇലക്ഷനിൽ ഞങ്ങളെല്ലാം പല സ്ഥലത്തല്ലേ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലല്ലേ, സംശയത്തിനും ഇടവരാത്ത രീതിയിൽ അടിവരയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ട് ഓരോ വാചകം വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ലല്ല, ഒരു കാര്യം ചെയ്താൽ മതി. ഇനി ഞാൻ മറുപടി പറയുന്നില്ല. താങ്കൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് 2 പ്രാവശ്യം, ഇപ്പോൾ രണ്ടാമത് ചോദ്യം ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞു, ഒരു വ്യത്യാസമില്ല. നിങ്ങൾ വെറുതെ അല്ല ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, ഞങ്ങളല്ലേ, ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ, ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ. ഞാൻ ചോദിക്കട്ടെ, അത് തീരുമാനിക്കുന്നത് ഞാൻ ചോദിച്ച മാതിരി AKG സെൻറ്ററിലാണോ തീരുമാനിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എങ്ങനെ നടത്തണം എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് KPCC-യിലേക്ക് ശ്രീ MM ഹസനെ വിളിച്ച് MV ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞതനുസരിച്ചിട്ടാണോ? അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറയാം, പിണറായി വിജയൻ LDF-ൻ്റെ കാര്യം നോക്കിയാൽ മതി. LDF-ൻ്റെ കാര്യം, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. അല്ലെന്നേ, ഇതൊക്കെ ഓരോ രീതിയിലുള്ള പ്രചരണമല്ലേ. ഞാൻ തിരുവനന്തപുരത്ത് 10 എണ്ണത്തിൻ്റെ വിഷ്വൽ നിങ്ങൾ എടുത്ത് നോക്കിയോ, 10 പരിപാടി നടത്തിയേക്കണം. ചിലപ്പോൾ കൊടിയില്ലാത്ത പരിപാടി നടത്തിയിട്ടുണ്ട്, കൊടിയോടുകൂടി പരിപാടി നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളൊരു 10 വിഷ്വൽ നിങ്ങളുടെ ലൈബ്രറിയിൽ പോയി നോക്ക്. അല്ല, ഞാൻ പറയട്ടെ, ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയും കൈരളി ഒന്നും തീരുമാനിക്കണ്ട. അത് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും, ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും. എങ്ങനെ ആ ചോദ്യം അപ്രസക്തമായ ചോദ്യമാണ്, അപ്രസക്തമായ ചോദ്യം. അപ്പോൾ അതുപോലത്തെ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. ദേശാഭിമാനിയുടെ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. ദേശാഭിമാനി ചോദ്യമൊന്നും, അങ്ങനത്തെ ചോദ്യമൊന്നും വേണ്ട. ഇനി എന്തിനാ ആ വിഷയത്തിലേക്ക് പോകണം? വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കും. ആലോചിക്കേണ്ട സമയമുണ്ട്. ഉടനടി അങ്ങേപോലെ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്. പ്രതിപക്ഷ നേതാവ് പദവിയിൽ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഒരു സമുദായ സംഘടനയുടെയും വർഗീയ സംഘടനയും ചിന്തതരങ്കിലാണ്. ഇത്രയും ആലോചന കാര്യമുണ്ട്, അത് ആശങ്കയുണ്ടാക്കുന്നത്. ഞാനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കൈരളിക്ക് വേണ്ടി വേറെ, തലക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി, ദേശാഭിമാനിക്ക് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി ഒന്നുമില്ല. ആദ്യം പറഞ്ഞ 4 വാചകങ്ങൾ 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇട്ട് നോക്കിക്കോ, ഒരു അവ്യക്തതയും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലല്ല, നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നത് ഒന്നായതുകൊണ്ട് മറുപടി ഇത് മതി. ഓക്കെ.